ഒരു ആത്മീയ അനുഭവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ കർത്താവിനോട് ഏകാഗ്രമായി ബന്ധപ്പെടാൻ സാധിക്കുന്ന ഒഴിഞ്ഞ ഇടങ്ങളിലേക്ക് മാറണം. നമുക്കങ്ങനെ ദൈവത്തോട് ഐക്യപ്പെടാൻ നമ്മളെ സഹായിക്കുന്ന 1 മണിക്കൂർ സമയമാണ് പരിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയം. നമുക്ക് ആ സമയത്ത് മൊബൈൽ ഫോൺ, മറ്റ് ജോലിയുടെ കാര്യങ്ങൾ, വീട്ടിലെ കാര്യങ്ങൾ, മറ്റ് യാതൊരു വ്യഗ്രതകളും നമ്മളെ അലട്ടാതെ ഏകാഗ്രമായി നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. നമ്മൾ ദേവാലയത്തിൽ എല്ലാ ദിവസവും പോയി കുർബാന അർപ്പിക്കാൻ ശ്രമിച്ചാൽ ആ 1 മണിക്കൂർ സമയം നമുക്ക് കർത്താവിനോട് ചേർന്നിരിക്കാൻ, ഇനി ദേവാലയത്തിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും കൂടി നമ്മൾ പ്രാർത്ഥനയിലായിരുന്നാൽ ആ ഒരു സമയം നമ്മുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സമയമായിട്ട് മാറും. അങ്ങനെ ഒരു വഞ്ചിയിൽ കയറി അവർ കടലിനക്കരെ മറുകരയിലേക്ക് പോവുകയാണ്. മനുഷ്യർ യേശുവിനെ കാണുകയും തിരിച്ചറിയുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇവർ പോകുന്നത് കാണുമ്പോൾ എല്ലാ പട്ടണങ്ങളിൽ നിന്നും ജനങ്ങൾ കരയിലൂടെ ഓടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ഗലീലി കടൽ എന്ന് പറഞ്ഞാലും ഇത് യഥാർത്ഥത്തിൽ ഒരു തടാകമാണ്, ഇത് ഒരു ലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ആളുകൾ ഈ തടാകത്തിൻ്റെ, ഈ ഗലീലി തടാകത്തിൻ്റെ കരയിലൂടെ ഓടി അവർ നേരത്തെ ഒരു വഞ്ചിയിൽ യേശു എത്തുന്നതിന് മുമ്പേ, ഇവിടെ കാറ്റ് പ്രതികൂലം ആയിരുന്നത് കൊണ്ട് അവർ വളരെ പതുക്കെയാണ് അക്കരെ എത്തുന്നത്. എന്നാൽ ആളുകൾ നേരത്തെ ഓടി അക്കരെ എത്തി ഇവരെ കാത്തിരിക്കുകയാണ്. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ജനക്കൂട്ടത്തെ കണ്ടു. അവരിടയനില്ലാത്ത ആട്ടിൻ പറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുമ്പോൾ കർത്താവ് നമുക്ക് ഈശോയുടെ ശരീരരക്തങ്ങൾ മാത്രമല്ല തരുന്നത്, മറിച്ച് ഈശോ നമ്മളോട് അവിടെ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ലളിതമായ ഒരു കാര്യമാണെങ്കിലും നിങ്ങളത് വളരെ ശ്രദ്ധയോടെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായിരിക്കും അത്. അതായത് ഓരോ കുർബാനയിലും നമുക്ക് 2 ശുശ്രൂഷകളുണ്ട്. ഒന്ന് വചനം മുറിക്കുന്ന ശുശ്രൂഷ, 2 അപ്പം മുറിക്കുന്ന ശുശ്രൂഷ. വചനം മുറിച്ചിട്ടാണ് അപ്പം മുറിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും 7 മിനിറ്റ് ആണെങ്കിലും ദൈവവചനം കർത്താവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഇനി ബലി അർപ്പിക്കുന്ന പുരോഹിതൻ സാധാരണ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് വചന വ്യാഖ്യാനം നടത്തിയില്ലെങ്കിലും വചന വായനയുണ്ട്. അപ്പോൾ ഏറ്റവും മിനിമം നമുക്ക് ഒരു 2 റീഡിംഗ് എങ്കിലും ഏത് സാധാരണ ദിവസത്തെ കുർബാനയിലും കാണും. അപ്പോൾ ദൈവവചനത്തിൽ നിന്ന് ഒരു 5 or 10 വാക്യങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിൽ പങ്കെടുക്കുമ്പോൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പുരോഹിതൻ ബൈബിൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഒരു ചിന്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന ആരാധനാ രീതി അനുസരിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കർത്താവ് തന്നെയാണ് സുവിശേഷം വായിക്കുന്നത്. പുരോഹിതൻ കർത്താവിൻ്റെ സ്ഥാനത്ത് നിന്ന് വായിക്കുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ തൻ്റെ ജനത്തോട് യേശു സംസാരിക്കുന്ന സമയമാണ് വിശുദ്ധ കുർബാനയിലെ വചന വായനയുടെ സമയം. അപ്പോൾ ആ സമയത്ത് നമ്മൾ അച്ഛൻ ബൈബിൾ വായിക്കുന്നു എന്ന രീതിയിലല്ല പള്ളിയിൽ നിൽക്കേണ്ടത്, മറിച്ച് നമ്മൾ ഈശോ എന്നോട് ഇപ്പോൾ നേരിട്ട് സംസാരിക്കുകയാണ്. അത് അപ്പസ്തോലന്മാരുടെ ലേഖനങ്ങളിൽ നിന്ന് വായിക്കുകയാണെങ്കിലും സങ്കീർത്തനം നമ്മൾ ചൊല്ലുകയാണെങ്കിലും നമുക്ക് ഏത് റീഡിംഗ് ആണെങ്കിലും, സെക്കൻഡ് റീഡിംഗ് ആണെങ്കിലും അതുപോലെ തന്നെ ഗോസ്പൽ റീഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ആ സമയത്ത് കാത് തുറന്ന് കർത്താവ് സംസാരിക്കുന്നത് കേൾക്കാൻ ശ്രദ്ധയോടെ നിന്നാൽ, അതങ്ങനെ നിൽക്കണമെന്നുള്ള ആഹ്വാനമൊക്കെ ശുശ്രൂഷകർ പറയുന്നതുമൊക്കെ കുർബാനകളിൽ കാണാൻ പറ്റും. അങ്ങനെ ശ്രദ്ധയോടെ നമ്മൾ നിന്നാൽ നമുക്ക് ആ ദിവസത്തിന് വേണ്ട ഭക്ഷണം, ആത്മീയ ഭക്ഷണം ആ വചനത്തിലൂടെ യേശു നമുക്ക് തരും. നമുക്ക് സാധാരണ പല ആളുകൾക്ക് സംഭവിക്കുന്നത്, 1 ആളുകൾ വായിക്കുന്നത് ശ്രദ്ധിക്കാറില്ല, 2 അപ്പം ശ്രദ്ധിച്ചാൽ തന്നെ പിന്നെ അത് അവർ ഓർക്കാറില്ല. ജീവിതത്തിൽ എന്നും ഒരു നിർബന്ധം ഉണ്ടാക്കേണ്ടത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് രാവിലെ നമ്മൾ കുർബാനയിൽ പങ്കെടുത്തവരാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കണം, ഇന്നെന്താണ് വചനത്തിലൂടെ ദൈവം സംസാരിച്ചത്. 4 മണിക്ക് ചായ കുടിക്കുമ്പോൾ അല്ലെങ്കിൽ രാത്രി അത്താഴം കഴിക്കുന്നതിന് മുമ്പ്, ഉറങ്ങുന്നതിന് മുമ്പൊക്കെ ഒരു 2-3 തവണ അതൊന്ന് ഓർത്താൽ നമുക്ക് അന്നത്തെ ദിവസം വേണ്ട ആത്മീയ ഭക്ഷണമായിട്ട് അത് മാറും. അപ്പോൾ ഇങ്ങനെ കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് യേശു അവരെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇതെല്ലാം കുർബാനയിൽ നടക്കുന്നൊരു കാര്യമാണ്. നമ്മൾ ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ ഒരു ആഴം നമുക്ക് പലപ്പോഴും മനസ്സിലാവാത്തത്. നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇതൊരു വിജനപ്രദേശമാണ്, സമയം വൈകിയിരിക്കുന്നു,
ചുറ്റുമുള്ള നാട്ടിൻപുറങ്ങളിലും ഗ്രാമങ്ങളിലും ചെന്ന് എന്തെങ്കിലും വാങ്ങി ഭക്ഷിക്കാൻ അവരെ പറഞ്ഞയക്കുക. അവൻ പ്രതിവചിച്ചു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിൻ. അതായത് കർത്താവ് അപ്പസ്തോലന്മാരോട് പറയുകയാണ്, ഞാനിപ്പോൾ ഇവിടെ നിർവഹിക്കാൻ പോകുന്നത് വരുംകാലങ്ങളിൽ നിങ്ങൾ ജനത്തിന് ചെയ്തു കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവർ പോയി അവർക്ക് വേണ്ട ഭക്ഷണം വീട്ടിൽ പോയി കഴിച്ചോളും, അല്ലെ വഴിയിൽ നിന്ന് കഴിച്ചോളും എന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ഭക്ഷണമുണ്ട്. ദിവ്യകാരുണ്യം ജനത്തിന് കൊടുക്കുക എന്നത് സഭയുടെ ഉത്തരവാദിത്വമായിട്ട് യേശു ഏൽപ്പിച്ചതാണ്. അതുകൊണ്ട് ഒരു ജനത്തിന് വിശുദ്ധ കുർബാന കൊടുക്കേണ്ടത് സഭയുടെയും അതിനേൽപ്പിക്കപ്പെട്ട പുരോഹിതരുടെയും ഉത്തരവാദിത്വമാണ്. അതിനെന്ത് വില കൊടുത്തും ആ കുർബാന ജനത്തിന് കൊടുക്കാൻ സഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ട്. ഞാൻ പെറുവിൽ നിന്ന് വന്ന ഒരു വൈദികനെ കണ്ടു. ഒടിഞ്ഞ കൈയുമായിട്ടാണ് അദ്ദേഹം ധ്യാനകേന്ദ്രത്തിൽ വന്നത്. കൈ ഒടിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ പള്ളിയിൽ എന്തോ ജോലി ചെയ്യാൻ വേണ്ടി എണ്ണി വെച്ച് കയറിയപ്പോൾ വീണൊടിഞ്ഞാണെന്ന് പറഞ്ഞു. ആ സഹോദര വൈദികൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞു, 25-30 ഒക്കെ കിലോമീറ്ററുകൾ ചിലപ്പോൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്ത് അനേകം കിലോമീറ്ററുകൾ അതിൽ നടന്നാണ് അച്ഛൻ അവിടെ പല സ്റ്റേഷനുകളിലും കുർബാനയ്ക്ക് പോകുന്നത്. മലയാളി വൈദികനാണ്, പെറുവിലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒരു പുരോഹിതനെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ അവിടെയുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ അവരൊക്കെ ക്രിസ്ത്യൻസാണ്, ജന്മനാ ക്രിസ്ത്യാനികളാണ്, പക്ഷേ അവരൊരു പുരോഹിതനെ കണ്ടിട്ട് 50, 60, 70 വർഷമായിട്ടുണ്ടെന്ന്. എന്ന് പറഞ്ഞാൽ പല സ്റ്റേഷൻസിലും കുർബാന കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഈ ദിവ്യകാരുണ്യ പ്രബോധനങ്ങൾ ശ്രദ്ധിക്കുന്ന പുരോഹിതരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ വിലയില്ലാത്ത ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ നമ്മുടെ സമയം പാഴാക്കി കളയുമ്പോൾ എവിടെയെങ്കിലും ഒരു ജനം കുർബാനയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കുർബാന കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മുടെ പുരോഹിതരുടെ ഉത്തരവാദിത്തമാണ്. ഞാൻ റുവാണ്ടയിൽ പോയപ്പോൾ ഒരിടവകയിലെ പുരോഹിതനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, 30,000 ആളുകൾ ആ ഇടവകയിലുണ്ട്. 30,000. ആകെയുള്ളത് 2 വൈദികരാണ്. 10 സബ്സ്റ്റേഷൻസ് ഉണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ലോകത്തിൻ്റെ എത്രയോ രാജ്യങ്ങളിൽ മനുഷ്യർക്ക് കുർബാന കൊടുക്കാൻ ആളില്ല. കേരളത്തിലുള്ള പുരോഹിതരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് രാവിലത്തെ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ചെയ്യാനൊന്നുമില്ലെങ്കിൽ നിങ്ങൾ ഓർക്കണം, എത്രയോ കോടി മനുഷ്യർ ഒരു കുർബാന കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ കേരളത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലെങ്കിൽ അതിന് ആവശ്യമുള്ള എത്രയോ സ്ഥലങ്ങളുണ്ട്. മിഷണറിമാരായിട്ട് പോകാൻ പുരോഹിതർ കേരളത്തിൽ നിന്ന് അനേകം പേര് കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെടണം എന്ന ഒരാഗ്രഹം നമുക്ക് ഈ ദിവ്യകാരുണ്യ ശുശ്രൂഷയിൽ ഒരു നിയോഗമായിട്ട് ചേർത്ത് വെക്കാം. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ കുർബാന അർപ്പിക്കാൻ, കുർബാനയ്ക്ക് വരാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്, പക്ഷേ ബലിയർപ്പിക്കാൻ ഒരു പുരോഹിതനില്ല. ദൈവവിളികൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കാനും. അപ്പോൾ ഇത് ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ജനത്തിന് സ്വയം കുർബാന അർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് ഉത്തരവാദിത്വം കിട്ടിയവരുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുന്ന വാക്യമാണത്, നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ചെന്ന് 200 ദിനാറയ്ക്ക് അപ്പം വാങ്ങിക്കൊണ്ടുവന്നവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കട്ടെയോ? അവൻ ചോദിച്ചു, നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? നിങ്ങളുടെ കൈവശം എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവിൻ. അവർ ചെന്ന് നോക്കിയിട്ട് പറഞ്ഞു, 5 അപ്പവും 2 മീനും. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ അർപ്പിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഞാൻ മുൻപ് ഒരു എപ്പിസോഡിൽ ഇത് പറഞ്ഞിരുന്നു. പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പേപ്പറിനകത്ത് എഴുതിക്കൊണ്ട് പോകണം, എന്താണ് ഇന്ന് ഞാൻ അർപ്പിക്കാൻ പോകുന്നത്, ഇന്ന് എനിക്ക് അർപ്പിക്കാനുള്ളത് എന്താണ്. 1000 കാര്യങ്ങൾ ഒരു കുർബാനയിൽ അർപ്പിക്കാൻ പറ്റും. പുൽത്തകിടിയിൽ കൂട്ടം കൂട്ടമായി ഇരിക്കാൻ അവൻ ജനങ്ങൾക്ക് നിർദ്ദേശം നൽകി. 150 വീതമുള്ള കൂട്ടങ്ങളായി അവർ ഇരുന്നു. അവൻ 5 അപ്പവും 2 മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി കൃതജ്ഞതാസ്തോത്രം, അതാണ് വിശുദ്ധ കുർബാന, യൂക്കരിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൃതജ്ഞതാ ബലി എന്നാണ്. കൃതജ്ഞതാസ്തോത്രം ചെയ്ത് അപ്പം മുറിച്ചതിന് ശേഷം ജനങ്ങൾക്ക് വിളമ്പാൻ ശിഷ്യന്മാരെ ഏൽപ്പിച്ചു.
അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി. ബാക്കി വന്ന അപ്പക്കഷണങ്ങളും മീനും 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. 12 പേരും 12 കുട്ടയിൽ മിച്ചം വന്ന അപ്പക്കഷണങ്ങൾ ശേഖരിച്ചു. അപ്പം ഭക്ഷിച്ചവർ 5000 പുരുഷന്മാർ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം നമ്മൾ ഇന്ന് വായിക്കുമ്പോൾ കർത്താവ് നമുക്ക് പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സൂചനകൾ ഞാൻ പങ്കുവച്ചിരുന്നു. നമുക്ക് വിശ്രമം ലഭിക്കുന്ന വചനപ്രദേശമാണ് നമ്മുടെ ദേവാലയങ്ങൾ. അവിടെ വെച്ച് കർത്താവ് നമ്മളോട് നേരിട്ട് സംസാരിക്കുന്നതാണ് പരിശുദ്ധ കുർബാനയിലെ വചന ശുശ്രൂഷ. അവിടെ വിശുദ്ധ കുർബാന ജനത്തിന് കൊടുക്കേണ്ടത് സഭയുടെ ഉത്തരവാദിത്തമാണ്. നാലാമതായി നമുക്ക് കാഴ്ചവെക്കാൻ നമ്മുടെ കയ്യിലുള്ളതാണ് നമ്മളെടുത്ത് സമർപ്പിക്കേണ്ടത്. പുരോഹിതൻ അർപ്പിക്കുന്ന ആരുടെയോ ഒരു ബലിയല്ല ഇത്. എൻ്റെ ബലിയായി മാറണമെങ്കിൽ എൻ്റെ കയ്യിലുള്ളത് ഞാനെടുത്ത് സമർപ്പിക്കണം. അത് നമ്മുടെ കണ്ണുനീര്, വേദന, ഭാരം, എന്താണ് കുർബാനയിൽ അർപ്പിക്കാനുള്ളത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ചില ധാരണകൾ രൂപപ്പെടുത്തിയിട്ടേ നമ്മൾ ബലിയർപ്പിക്കാനായി പോകാവൂ. അവിടെ എന്ത് സംഭവിക്കും? അവിടെ നമ്മുടെ കയ്യിൽ വളരെ പരിമിതമായ കാര്യങ്ങളെ ഉള്ളെങ്കിലും അതിനെ സമ്പന്നമാക്കാൻ ദൈവത്തിന് എണ്ണത്തിൻ്റെ മേൽ അധികാരമുണ്ട്. 5-നെ 5000 യേശുവിന് പറ്റും. നമ്മുടെ ഇല്ലായ്മകളെ സമൃദ്ധിയാക്കി മാറ്റാൻ യേശുവിന് പറ്റും. നമ്മുടെ ശൂന്യതാബോധത്തെ നിറയ്ക്കാൻ യേശുവിന് പറ്റും. നമ്മുടെ കഷ്ടപ്പാടുകളിലേക്ക് അവൻ നടന്ന് വരും. നമ്മുടെ രോഗങ്ങളെ അവൻ ഏറ്റെടുക്കും. നമ്മുടെ ഭാരങ്ങൾ അവൻ വഹിക്കും. അതുകൊണ്ട് കുർബാനയിലേക്ക് ചേർത്ത് വെക്കാൻ നമുക്ക് നമ്മുടെ ജീവിതം മാത്രമേ ഉള്ളൂ. അത് നമ്മളെടുത്ത് സമർപ്പിക്കുന്ന കാര്യവും മറന്ന് പോകരുത്.